ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ ക്ലാസ് ഹിന്ദി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാലൻസ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണെന്ന് ഓർമ്മയുണ്ടോ? പാനിക്ക് കഹാനി, പാനിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണെന്ന് അറിയാമോ? പാനിക്ക് കഹാനി, പാനിയെ കുറിച്ചുള്ള ഒരു കഥ. ഓക്കെ. टगरो क्या तुम्हारे पुरखे अब सूर्यमंडल में नहीं गए? टगരം തകരും. अब तुम्हारे पुरखे, ഇപ്പോൾ നമ്മുടെ ആ പുർഖന്മാര് പൂർവികര് अब सूर्यमंडल में नहीं गए, सूर्यमंडलത്തിൽ ഇല്ലയോ? उनके वंशज अपनी भयावह लपटों से अपने उनका मुख उज्जवल किए हुए हैं. उनके वंशज, നമ്മുടെ ആ വംശജ് अपनी भयावह लपटों से, ആ ഭയാവഹമായ ഭയാനകമായ ഉഷ്ണഗോളത്തിൽ അപ്പോൾ ഇൻകാ കുറിച്ച് ഉജ്ജ്വലം അപ്പോൾ കുറച്ച് ഉജ്ജ്വലമായി പ്രകാശമായി മാറുന്നു. मेरे पुरखे बड़ी प्रसन्नता से सूर्य के धरातल पर नाचने रहते थे. हम तो मेरे पुरखे നമ്മുടെ ഉഷ്ണവായി बड़ी प्रसन्नता से വളരെ സന്തോഷത്തോടുകൂടി सूर्य के धरातल पर नाचते रहते थे. धरातल मीन्स എർത്ത്. धरातल प्रसन्नता से सूर्य के धरातल पर नाचते रहते थे. ആ പ്രസന്നതയോട് വളരെ സന്തോഷത്തോടു കൂടി ആ സൂര്യൻ ഭൂമിയിൽ കിടന്ന് നാച്ചത്തെ രക്തത്തെ നൃത്തങ്ങൾ ചെയ്യുന്നു. ഏകദിന്റെ ബാക്കിയെ ഒരു ദിവസത്തെ കാര്യമാണ്. എന്തെന്നാൽ ദൂരെ പ്രചണ്ഡ പ്രകാശം പിണ്ട് ദിഹായി പാട എന്ന ദൂരെ ആ പ്രചണ്ഡ പ്രകാശ, ഉഗ്രമായ പ്രകാശങ്ങൾ ഫിഡ് ജാതേഗായി. उनकी आंखें चौधियाने लेके बाद फिर बड़ी तेजी से सूर्य की ओर बढ़ लगाता. उनकी आंखें चौधियाने നമ്മുടെ കണ്ണുകളിലേക്ക് അത് ചൗധിയാനെ ഫ്ലാഷ് ചെയ്യുന്നു. ചൗധിയാന പ്രകാശിക്കുന്നു. ചൗധിയാനെ മീൻസ് പ്രകാശം. നമ്മുടെ കണ്ണിലേക്ക് ഫ്ലാഷ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗോളങ്ങൾ വളരെ തേജസ്സെ, വളരെ വേഗതയോട് സൂര്യക്ക് ഓർ ബടിരേഖാത്ത, സൂര്യന്റെ നേരെ വർദ്ധിക്കുന്നു. ജ്യോം ജ്യോം പാസ് ആത്താ ജാത്താ ഉസ്കാ ആകാർ ബെട്ടാ ജാത്താ വഗ് सूर्य से लाखों गुना बड़ा था. उनकी महान आकर्षण शक्ति से हमारा सूर्य काम उड़ा. അവരുടെ ആ മഹാനമായ ആകർഷണ ശക്തി കൊണ്ട് ഹമാര സൂര്യൻ, നമ്മുടെ സൂര്യൻ കാമ്പുട വിറയ്ക്കുന്നു. ऐसा ज्ञान हुआ कि उस ग्रहराज से टकराकर हमारा सूर्य चूर्ण हो जाएगा. അങ്ങനെ उस ग्रहराज से, ആ ग्रहराजൻ टकराकर തകേട്ട് हमारा सूर्य चूर्ण हो जाएगा. सूर्य से सहस्रों मील दूर से कुछ चला. सूര്യന്റെ सहस्रों मील दूरे वരെ, सहस्रों मीटर वരെ कुछ चला, ചുറ്റിക്കറങ്ങുന്ന പരന്നു. उसकी तीक्ष्ण आकर्षण शक्ति के कारण सूर्य का एक भाग टूटकर उसके पीछे चला. പറഞ്ഞു എന്നാൽ उसकी ഭീഷണ ആകർഷണ ശക്തി, തീക്ഷ്ണമായ ആകർഷണ ശക്തികൾ കൊണ്ട് സൂര്യന്റെ एक भाग, സൂര്യന്റെ ഒരു ഭാഗം ടൂട്ടകർ പൊട്ടുകയും उसके पीछे चला, നമ്മുടെ പിറകിലേക്ക് വരികയും ചെയ്തു. सूर्य ने टूटा हुआ भाग इतना भारी खिंचावा संभल न सका. ഈ സൂര്യന്റെ टूटा हुआ പൊട്ടിയ ഭാഗം ഇത്തന ഭാരി, ഇത്രയും ഭാരിച്ച കിച്ചാവ് സമ്പർക്ക ആകർഷണ ശക്തി ശേഖരിച്ചിട്ട് കൈ ടുക്കടവുമ്പോൾ ടൂട്ടുകയാ, വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അനേക കഷ്ണങ്ങളായി പൊട്ടുന്നു. ഉനി വ്യവസായിയൊക്കെ ടുക്കട ഹമാരി വൃത്തി, അതിലൊന്നാണ് നമ്മുടെ ഇതിൽ പൊട്ടിയ ആ ആകർഷണ ശക്തി കൊണ്ട് പൊട്ടിയ ഒരു ഭാഗമാണ് ഹമാരി വൃത്തി. एक പ്രാരംഭ से एक बड़ा आग का गोला, പ്രാരംഭത്തിൽ ഒരു വലിയ ആഗ് കാ ഗോളാത്തി, തീയുടെ ഒരു ഗോളം ആയിരുന്നു. ഐസ അങ്ങനെ പരന്നു ലഭ്യസേത്തും പാനി കൈസേവനി, ആ ഉഷ്ണവായിൽ നിന്നും പാനി കൈസേവനി എങ്ങനെ വെള്ളം ഉണ്ടാകുന്നു. മുച്ചേട്ടിക്ക് പതാനക്ക് എനിക്കത് കറക്റ്റ് അറിയില്ല. एक सगी है कि हमारे एक ठंडा पता चला है. वह सगी है कि അത് ശരിയാണെങ്കിൽ ഹമാര ഗ്രഹ, നമ്മുടെ ആ ഗ്രഹങ്ങൾ ടെണ്ട പത്ത ചലാഹയ, ആ തണുപ്പായി വർത്തിക്കുന്നു. അവർ മുച്ച യാത് കയറ്റി
നമ്മുടെ ഈ ഓക്സിജൻ രാസായനിക ക്രിയയ്ക്ക് രാസായനിക ക്രിയയുടെ കാരണങ്ങൾ കൊണ്ട് ഉൽപ്പന്നം ഒരു ഉൽപ്പന്നമായി മാറുന്നു. उन्होंने आपस में मिलकर अपना प्रत्यक्ष अस्तित्व गाव दिया है. നമുക്ക് उन्होंने आपस में मिलकर അവരെ സമീപപ്രദേശത്ത് കണ്ടാൽ अपना ആ अप्रत्यक्ष अस्तित्व गाव दिया है അവർ मुझसे उत्पन्न किया है. मैं उन दिनों पाप के रूप में वृत्ति के चारों ओर घूमती करती थी. എന്നിട്ടോ മൈമുൻ ദിന അത് ഒരുപാട് ദിവസങ്ങൾക്ക് വരെ പാപരൂപമേ ആ നീരാവിയുടെ രൂപത്തിൽ വൃത്തിക്ക് ചാരോർ ഭൂമത്തി ഭൂമിയുടെ 4 സൈഡിലും ചുറ്റിക്കറങ്ങുന്നു. ഉസ്കെ ബാദ് ന ജാനെ ക്യാ ഹുവ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ജബ് മുझे होश आया दी मैंने आपको से डोस बर्फ के रूप में पाയത് എന്നൊരു ഡോസ് ഉറപ്പായിട്ടും ബർഫിന്റെ രൂപത്തിൽ മഞ്ഞുകട്ടയുടെ രൂപത്തിൽ വരുന്നു. മേര ശരീരം പകലെ ഭാവരൂപമേത്ത മേര ശരീരം എൻ്റെ ശരീരം ആദ്യമേ ഭാവരൂപമായിരുന്നു നീരാവിയുടെ രൂപം ആയിരുന്നു. ബഗ് അബ് അത്യന്തം ചോട്ടാകോകയാത് വളരെയതും അത്യന്തമായി ചെറുതായി പോയി. ബഗ് പകലേസെ പോയി സതത്വ ഭാഗ്യരകാ ഗയാത मैंने देखा मेरे चारों ओर मेरे असंख्य साथी बर्फ बने पड़े थे. मैंने देखा ഞാൻ നോക്കിയപ്പോൾ മേരെ ചാരോർ ഓർ മേരെ അസംഖ്യ സാഥി എൻ്റെ 4 സൈഡിലും അസംഖ്യമായ ആ സാഥികൾ ബർഫ് ബനെ പടയത്തെ മഞ്ഞുകട്ടകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. ജഹാന്തക ദൃഷ്ടി ജാതി തീ ബർഫ് അതിരിക്ത് കുറിച്ച് ദിഹായിന പറ്റാത്ത ജഹാന്തക എവിടെ വരെയാണ് ദൃഷ്ടി ജാതി ആ ദൃഷ്ടി നമ്മുടെ കണ്ണുകൾ പോകുന്നത് ബർഫിനെ അതിരിക്ത് കുറിച്ച് ദിഹായിന പറ്റാത്ത ആ ബർഫിൻ്റെ കുറച്ച് അതിരിക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. जिस समय हमारे ऊपर सूर्य की किरणों पड़ती थी तो सौंदर्य बिखर न पड़ता था. जहाँ तक दृष्टि जाती थी कि बर्फ के अतिरिक्त कुछ दिखाई न पड़ता था. जिस समय इस समय हमारे ऊपर सूर्य की കിരണോ പറ്റിച്ച് നമ്മുടെ മുകളിൽ എന്താണ് സൂര്യക്ക് കിരണം സൂര്യരശ്മികൾ പതിക്കുന്നു. സൗന്ദര്യ വികർ പട്ടത് ആ സൂര്യരശ്മികളുടെ സൗന്ദര്യം 4 സൈഡിലും വിതർന്നു. हमारे कितने साथी ऐसे पीते जो बगा बड़ी उत्सुकता से आंधी में पूछा उड़ने हमारे कितने साथी ऐसे पीती നമ്മുടെ ആ कितने साथी ഇത്രയുള്ള കൂട്ടുകൾ ऐसे भी അങ്ങനെ बड़ी उत्सुकता से आंधी में ऊंचा उड़ने उछलने कूदने के लिए कमर कसे तैयार बैठ रहे थे. सूर्य की किरणों पड़ती थी सौंदर्य बिखर पड़ता था. हमारे कितने साथ നമ്മുടെ ആ എത്ര ആ സാധികൾ ഐസേത്തെ അങ്ങനെയായിരുന്ന വെടി ഉത്സവദാസി ആംദീനെ വളരെയധികം ഉത്സവതയോടുകൂടി താല്പര്യത്തോടുകൂടി ആംദീനെ ഉച്ചലിനെ നല്ല സന്തോഷത്തോടു കൂടി അവർ തുള്ളിച്ചാടി ഖമർ കരെ തയ്യാർ വൈകിട്ടേക്ക് നമ്മൾ ഖമർ കൈസെ നമ്മുടെ ആ അരക്കെട്ട് വരെ വൈകിട്ടേക്ക് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. വളരെ ആനന്ദ സമയം രഹാഭാവകം വളരെ ആനന്ദത്തിന്റെ സമയമായിരുന്നു അവിടെ. ബഹാബെടെ ആനന്ദ വളരെ സന്തോഷം. കിത്തനെ ദിനവും തക് എത്ര ദിവസം വരെ കൈലാക്ക് വർഷവും തക് അനേക വർഷങ്ങൾ വരെ കൈലാക്ക് കൊടുക്കണക്കിന് ഒരുപാട് വർഷങ്ങൾ വരെ കൈലാക്ക് എങ്ങനെ കാം ചൗക്കോ ഞാൻ नकी मेरे जीवन में 100 वर्ष रात में चमक के समान नकी है. नकी मेरे जीवन में 100 वर्ष എൻ്റെ ആ ജീവിതത്തിലെ 100 വർഷ 100-200 വർഷം ചമക്കൊക്കെ സമാൻ നക്കി അതുവരെ എൻ്റെ ആ ശരീരത്തിൽ ഇത് ജീവിതത്തിൽ തിളങ്ങുന്നില്ല. मैंने ऐसे दीर्घजीवी से वार्तालाप करने जान अपने की धन्यमाना और आंस की बूंद के प्रति मेरी श्रद्धा बढ़ जाती. मैंने ऐसे दीर्घजीवी के वार्तालाप ഞാൻ അങ്ങനെ ആ ദീർഘജീവിയുടെ ആ സംഭാഷണങ്ങൾ കർത്തേ ജാനെ കേൾക്ക് അപ്പനേക്ക് ധന്യമാന അവരെ സ്വാഗതം ചെയ്യുക. ആ ബൂന്ദയ്ക്ക് പ്രതി മേരി ശ്രദ്ധ ആ തുള്ളിക്ക് വേണ്ട മഴത്തുള്ളിക്ക് വേണ്ടി മേരി ശ്രദ്ധ
ഹെഡ് ചലിയുടെ ശ്രദ്ധ വളരെയധികം വർദ്ധിക്കുന്നു. हम शांति से बैठे एक दिन हवा से खेलने की कठिनाई सुन रहे थे. हम शांति से बैठे നമ്മൾ ഇങ്ങനെ സമാധാനത്തോടെ ശാന്തിയായിട്ട് ഇരിക്കുന്ന സമയം एक दिन ഒരു ദിവസം हवा से खेलने की कहानियां കവയില് ആ കാറ്റിന്റെ खेलने की कहानी കളിക്കുന്ന ഒരു കഥകൾ सुन रहे थे നമ്മൾ കേൾക്കും. अचानक ऐसा अनुभव हुआ मानो हम सर्क रहे हो. പെട്ടെന്ന് ഐസ അനുഭവം അങ്ങനെ ഒരു അനുഭവം വരികയാണെങ്കിൽ സബ്കോ മുഖ് പർ ഹവായ ഉടനെയിലേക്ക് നമ്മുടെ മുഖത്ത് എല്ലാവർക്കും ഹവായ ഉടനെയിലേക്ക് അബുക്യാ ഹോക അപ്പോൾ എന്ത് സംഭവിക്കും. इतने दिन आनंद से काटने के पश्चात अब दुख सहन करने का साहस इसमें न था. इतने दिन आनंद से काटने के ഇത്രയും ദിവസം ആനന്ദ से काटने से ആ സന്തോഷങ്ങൾ കൊണ്ട് ബഗത്ത് പദ ലേഖാനെ पर ഒരുപാട് അറിവ് നേടുകയാണെങ്കിൽ हमें ज्ञात हुआ कि നമ്മുടെ അറിവ് അനുസരിച്ച് हमारे पास से कि हमारे नीचे वाले फाइले कर पानी को फेंके. उनका शरीर टॉस को छोड़ चुका है. എൻ്റെ ശരീരം ഉഷ്ണവായു കൊണ്ട് ചുരുങ്ങുന്നവർ उनका सरल शरीर पर हम फिसल चले गए. ഇത് സ്ലിപ്പായി മാറുകയും ചെയ്യുന്നു. फिसल means to slip. इतने दिन आनंद से काटने के पश्चात अब दुख सहन करने का साहस उसमें न था. बेगत पदा लगाने पर हमें ज्ञात हुआ कि हमारे पास से कि हमारे नीचे वाला फाइल कर पानी को फेंकेगा. उनका शरीर ठोस से छोड़ चुका के और उनमें तरल शरीर पर कम फिसल चलेगा. അവർ मुझसे याद है कि 60 वर्ष पहले मैं हाइड्रोजन और ऑक्सीजन रासायनिक क्रिया के कारण उत्पन्न हुई है. അവർ मुझसे याद है कि എനിക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ 60 വർഷം പകലെ ഒരുപാട് വർഷങ്ങൾക്ക് പകലെ ഓക്സിജൻ രാസായനിക ക്രിയ के कारण ആ ഓക്സിജന്റെ രാസായനിക പ്രക്രിയ കൊണ്ട് उत्पन्न हुई है. उन्होंने आपस में मिलकर अपना प्रत्यक्ष अदृष्ट हवा किया है. അവർ मुझे उत्पन्न किया है. मैं उन दिनों पाव के रूप में वृत्ति के चारों घूमती रहती थी. मैं उन दिनों ആ ദിവസങ്ങളിലെല്ലാം നീരാവിയായി വൃത്തി के रूप में दिन पाव के रूप में നീരാവിയുടെ രൂപത്തിൽ വൃത്തി का चारों घूमती फिरती थी. ഭൂമിയുടെ 4 സൈഡിലും ചുറ്റിക്കറങ്ങുന്നു. उसके बाद न जाने क्या हुआ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു. जब मुझे होश आया तो मैंने अपने गिडोस बर्फ के रूप में पाया. അതിനുശേഷം मैंने अपने डोस അതൊരു ഉറപ്പായി ശക്തിയായി ബർഫിന്റെ രൂപമേ ബർഫിന്റെ രൂപത്തിൽ പോകുന്നു. मेरा शरीर पगले पाव रूप में कई अदृश्य छोटा को गया था. वह पगले से कोई सदर हुआ पागले गया था. मैंने देखा मेरे चारों ओर मेरे असंख्य साथी बर्फ बने पड़े थे. मैंने देखा ഞാൻ നോക്കിയപ്പോൾ मेरे चारों ओर मेरे असंख्य എൻ്റെ 4 സൈഡിലും और मेरे असंख्य साथी അസംഖ്യമായ എന്നെ തിട്ടപ്പെടാൻ പറ്റാത്ത സാഥി ബർഫ് से पड़े थे. മണ്ണുകൾ കൊണ്ട് മുടപ്പെട്ടിരിക്കുന്നു. जगह तक दृष्टि जाती थी. बर्फ के अतिरिक्त कुछ दिखाई न पड़ता था. जगह तक എവിടെ വരെയാണോ ആ ദൃഷ്ടിയുടെ പഠിക്കുന്നത് ബർഫിക്ക് അതിരിക്ത് കുച്ച് ദിഖായി ആ ബർഫിന്റെ അതിരിക്ത് കുച്ച് ദിഖായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സമയം हमारे ऊपर सूर्य की किरणों पड़ती थी. ഈ സമയം हमारे ऊपर നമ്മുടെ മുകളിൽ സൂര്യക്ക് കിരണം സൂര്യന്റെ ആ രശ്മികൾ വർഷിക്കുന്നു. സൗന്ദര്യം ആ സൂര്യരശ്മികൾ കൊണ്ട് സൗന്ദര്യം വിതർപ്പെടുത്താത്ത 4 സൈഡിലും സൗന്ദര്യങ്ങൾ വിതർന്നു. हमारे कितने साथी ऐसे भी थे जो बड़ी उत्सुकता से आंधी में ऊंचा उड़ने उछलने कूदने के लिए कमर कैसे तैयार बैठे रहते थे. हमारे कितने साथी ऐसे भी थे നമ്മുടെ ഇത്രയും കൂട്ടുകാർ അങ്ങനെ ഇരുന്നാൽ बड़ी उत्सुकता से വളരെയധികം ഉത്സുകതയോട് आंधी में ऊंचा उड़ने उछलने कूदने के लिए कमर कैसे तैयार बैठे रहते थे.
दाल में चमक के समान उപ്പിന്റെ സമാനത ഉണ്ടാവുന്നില്ല. मैंने ऐसे दीर्घवादी से वार्तालाप करते जान अपने की धन्य माना और की चूर के प्रति मेरी श्रद्धा बढ़ चली. ऐसे दीर्घजीवी से वार्तालाप करने അങ്ങനെയുള്ള ദീർഘജീവിയുടെ സംഭാഷണത്തിൽ ധന്യമാന ഞാൻ ആനന്ദം കൊള്ളുകയും ഓസ്കി ബൂന്ദുക്കെ പ്രതി ആ മണത്തുള്ളിയുടെ പ്രതി മേര ശ്രദ്ധ എന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധ വളരെയധികം ആകർഷിക്കുന്നു. हम शांति से बैठे एक दिन हवा से खेलने की कहानी सुन रहे थे. हम शांति से बैठे നമ്മൾ ആ ശാന്തിയോടെ ജനിക്കുന്ന സമയത്ത് ഒരു ദിവസം एक दिन ഉണ്ട് हवा से खेलने की कहानियां നമ്മൾ ഈ കാറ്റിലെ ആ കാറ്റുകൾ കളിക്കുന്ന കഥകൾ സുന്ദരത്തെ കേൾക്കുകയും അചാനക അനുഭവ അങ്ങനെ പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ഹം സത്യരേഖ നമ്മൾ തർക്കിക്കുന്നില്ല. സത്യ മുഖപ്പർ ഹവായ ഉട അല്ലെങ്കിൽ നമ്മുടെ സത്യ മുഖപ്പർ എല്ലാവരുടെ ആ മുഖത്ത് ഹവായ ഉടനെ ലഭിക്കും. अब क्या होगा അപ്പോൾ എന്ത് ഉണ്ടാകും? इतने दिन आनंद से काटने के पश्चात अब दुख सहन करने का साहस हमारी न थी. पता लगाने पर हमें याद हुआ कि हमारे बात से कि हमारे नीचे वाली भाई देवकर पानी हो गई. उनका शरीर दोस्तन को छोड़ चुका के और उनके तरल शरीर पर हम फिसल चले गए. उनका शरीर दोस्तन को छोड़ चुका के അത് അവരുടെ ശരീരങ്ങൾ दोस्तन കൊണ്ട് छोड़ चुका के ഉപേക്ഷിക്കുക അവർ उनका सरल शरीर पर उनका तरल शरीर पर हम फिसल चले गए തെന്നി മാറുകയും ചെയ്യുന്നു. बड़ा आग का खोला थी ऐसा परंतु उन लवटे से तुम पानी कैसे मेरी मुझे ठीक पता नहीं. खाम एक नहीं है कि हमारा एक ठंडा होता चला गया. और मुझे याद है कि अरबों वर्ष पहले में हाइड्रोजन और ऑक्सीजन के साथ रासायनिक क्रिया के कारण उत्पन्न हुई तुम. उन्होंने आपस में मिलकर अपना प्रत्यक्ष अभ्यस्त गाँव दिया कि और मुझसे उत्पन्न किया कि मैं उन दिनों पाव के रूप में वृत्ति के चारों ओर घूमती फिरती थी. उसके बाद न जाने क्या हुआ जब मुझसे कोष क्रिया तो मैंने अपने की डोज बर्फ के रूप में पाया. मेरा शरीर पगले बाप रूप में था. पग अब अत्यंत छोटा हो गया था. पग पगले से कोई सतत भाग ले गया था. मैंने देखा मेरे चारों ओर मेरे असंख्य साथी वर्ग बने पड़े थे. चकामता दृष्टि जाती थी कि बर्फ के अतिरिक्त कुछ दिखाई न पड़ता था. जिस समय हमारे ऊपर सूर्य की किरणों पड़ती थी तो सौंदर्य बिखर पड़ता था. हमारे कितने साथी ऐसे भी थी जो बड़ी उत्सुकता से आंधी में ऊंचा उछलने कूदने के लिए कमर कैसे तैयार बैठे दिखते थे. बड़े आनंद का समय रहा होगा वहाँ. बड़े आनंद का कितने दिनों तक कई लाख वर्षों तक कई लाख हाँ चौको नहीं. मेरे जीवन में 100-200 वर्ष तक में नमक के सामान भी नहीं है. मैंने ऐसे दीर्घजीवी से वार्तालाप करते जान अपने की धन्य माना और ओस की बूंद के प्रति मेरी श्रद्धा बढ़ चली. हम शांति से बैठे एक दिन हवा से खेलने की कहानियां सुन रही थी. अचानक ऐसा अनुभव हुआ मानो हम सड़क रहे हो. उसके मुख पर हवाइयां उठकर लाखों लेकिन अब क्या होगा. इतने दिन आनंद से काटने के पश्चात अब दुख सहन करने का साहस
बेगत पता लिखाने पर हमें याद हुआ कि हमारे पास से कि हमारे नीचे वाली पानी दबकर पानी को गई। उसका शरीर रोशपन को चोट चुका के और उनके सारे शरीर पर कम फिसल जाते भाई। कृष्ण के कहानी के अंत में और आनंद के किस्से का स्वयं पढ़कर देखिए और विदाई की ओस की बूंद लेखक को अपगीति सुनाते हुए किसकी प्रतीक्षा कर रही थी। കഹാനിക്ക് അന്തമേ കഹാനിയുടെ അന്തത്തിലും പ്രാരംഭത്തിലും കിസ്സയ്ക്ക് സ്വയം പഠിക്കാൻ ഈ കഥകൾ നമ്മൾ സ്വയം പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതണം. कहानी के आधार पर पानी के जन्म और जीवन यात्रा पानी के जन्म और जीवन यात्रा पानी के जन्म और जीवन यात्रा जीवन यात्रा का वर्णन अपने शब्दों में लिखिए. पानी का जन्म हाइड्रोजन व ऑक्सीजन के बीच हाइड्रोजन व ऑक्सीजन के बीच रासायनिक प्रक्रिया द्वारा होता है. रासायनिक प्रक्रिया द्वारा होता है. प्रक्रिया द्वारा होता है. जब ब्रह्मांड में वृद्धि के उसके साथ ही जब ब्रह्मांड में वृद्धि व उसके साथ ही ग्रहों का उद्भव भी नहीं हुआ. ग्रहों का उद्भव भी नहीं हुआ.
हाइड्रोजन व ऑक्सीजन में अवशेष सूर्यमंडल में सूर्यमंडल के लेवटों के रूप में सूर्यमंडल के लेवटों के रूप में विद्यमान थी। किसी सूर्य के टुकड़े खड़े हो किसी सूर्य के टुकड़े खड़े हो उन्हीं टुकड़े में से एक टुकड़ा पृथ्वी के रूप में उत्पन्न हुआ पानी के कहानी के आधार पर पानी के जन्म और जीवन यात्रा का वर्णन अपने शब्दों में लिखे। पानी के कहानी के आधार पर पानी എന്ന കഥയെ ആധാരമാക്കി പാനിയുടെ ജന്മം പാനിയുടെ വെള്ളത്തിന്റെ ആ ജന്മവും ജീവൻ യാത്ര അവരുടെ ജീവിത യാത്രയെക്കുറിച്ച് നിങ്ങളുടെ ശബ്ദത്തിൽ എഴുതണം। पानी का जन्म हाइड्रोजन व ऑक्सीजन के बीच रासायनिक प्रक्रिया द्वारा होता है। पानी का जन्म हाइड्रोजन व ऑक्सीजन के बीच വെള്ളത്തിന്റെ ജന്മം ഹൈഡ്രജന്റെ ഓക്സിജന്റെ മധ്യത്തിലുള്ള രാസായനിക പ്രക്രിയ വഴി ഉണ്ടാകുന്നു। जब ब्रह्मांड में मृत्यु हुआ उसके साथ ही ग्रहों का उद्भव भी नहीं हुआ। जब ब्रह्मांड में ब्रह्मांड സമയത്ത് വൃത്തിയിലെ उसके साथ ही അവരുടെ ആ കൂട്ടുകാരൻ ഗ്രഹോं का उद्भव भी नहीं ആ ഗ്രഹങ്ങളുടെ ഉത്ഭവം भी नहीं हुआ ഉത്ഭവങ്ങൾ ഉണ്ടാകുന്നില്ല। तब ब्रह्मांड में हाइड्रोजन व ऑक्सीजन में सूर्यमंडल लेवटों के रूप में विद्यमान थी। അപ്പോൾ ആ ബ്രഹ്മാണ്ഡത്തിൽ ഹൈഡ്രജന്റെ ഓക്സിജന്റെ ആ ഘടകങ്ങൾ सूर्यमंडल में लेवटों के रूप में सूर्यमंडलത്തിൽ പോയി ഉഷ്ണവായുവിന്റെ രൂപത്തിൽ വിദ്യമാനത്തെ പാണ്ഡിത്യം നേടുന്നു। किसी सूर्य से टकराने से सूर्य के टुकड़ों खड़े हो അപ്പോൾ ആ സൂര്യന്റെ टकराने से തങ്ങൾ കൊണ്ട് सूर्य के टुकड़ा सूर्यൻ പൊട്ടുകയും टुकड़ों में से एक टुकड़ा ആ കഷ്ണങ്ങളിൽ ഒരെണ്ണമാണ് വൃത്തി രൂപമേ ഉൽപ്പന്നം നമ്മുടെ ഭൂമിയായി ഉൽപ്പന്നം ഉണ്ടാവുന്നത്। इसी ग्रह में ഈ ഗ്രഹത്തിൽ ഓക്സിജൻ व हाइड्रोजन के बीच रासायनिक क्रिया ഈ ഗ്രഹത്തിൽ ഓക്സിജന്റെ ഹൈഡ്രജൻ
അവർ दोनों സംയോഗ से पानी का जन्म ഇവരുടെ രണ്ടിന്റെ സംയോഗത്തിലാണ് എന്തുണ്ടാകുന്നത് पानी का जन्म വെള്ളത്തിന്റെ ജന്മം ഉണ്ടാകുന്നത് पानी का जन्म हाइड्रोजन व ऑक्सीजन के बीच रासायनिक प्रक्रिया द्वारा होता है अब जब ब्रह्मांड में वृद्धि के उसके साथ ही ग्रहों का उद्भव भी नहीं हुआ था तब ब्रह्मांड में हाइड्रोजन व ऑक्सीजन के हौसले सूर्यमंडल में लेवटों के रूप में विद्यमान थी किसी उल्कापिंड के सूर्य से टकराने से सूर्य के टुकड़े कड़े हो गए नहीं टुकड़ों में से एक टुकड़ा वृद्धि रूप में उत्पन्न हुआ और इसी ग्रह में ऑक्सीजन व हाइड्रोजन के बीच रासायनिक क्रिया हुई और दोनों के संयोग से ഇതിന്റെ രണ്ട് ഓക്സിജന്റെ ഹൈഡ്രജന്റെ സംയോഗത്തിലാണ് സംയോഗം വഴി പാനിയുടെ ജന്മം പാനിയുടെ ജന്മം ഉടലെടുക്കുന്നത് അപ്പം നമ്മൾ പാനിയെ കുറിച്ചുള്ളൊരു കഥയാണ് പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ്